ബിജോയുടെ ആരോമലിന്റെയും പുതിയ വീടിന്റെ അപ്ഡേഷൻ ആണ്. അവിടുന്ന് നേരെ വരുമ്പോ വിശാലമായിട്ട് ആരോമലിനൊക്കെ വന്ന കേറി കിടന്നു ഇരുന്നും തിന്നാൻ വേണ്ടിയിട്ട് അമ്മ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാരും ഒരു വീടല്ലേ വെക്കുന്നത്, പക്ഷേ ഇവൻ രണ്ട് വീടാണ് കാര്യം വെക്കുന്നത്. രണ്ട് വീട് പൈസ കൊഴുപ്പ്. കല്യാണം കഴിഞ്ഞ ശേഷം എവിടെയാ? ഇവിടെയാണോ അവിടെയാണോ കെട്ടില്ല? അതെന്റെ വൈഫ് പറയട്ടെ, എവിടെ കിടക്കണം ഡാർലിംഗ് പറയട്ടെ. പിന്നെ രണ്ട് വീടാണ്, അപ്പൊ രണ്ട് ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് രണ്ട് ഗിഫ്റ്റ് നേരത്തെ ഇതിപ്പം ചെറിയ റൂമാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ചെറുതാണെങ്കിലും മനുഷ്യന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു സ്ഥലം മതി. അത് മതി ഗൈസ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ரொம்ப സ്പെഷ്യൽ ആണ്. കാരണം ബിജോയുടെ ആരോമലിന്റെയും പുതിയ വീടിന്റെ അപ്ഡേഷൻ ആണ് ഗൈസ്. ബിജോയുടെ ആരോമലില്ലേ ഗൈസ്? അല്ല, അതിന്റെ ഇടയിൽ അവകാശം പറ്റാൻ പറ്റില്ല. വീഡിയോയില് പലതും പറയും നിങ്ങൾ അനിയനും ചേട്ടനാണെന്ന് പറഞ്ഞ് അവൻ വീട് വെക്കുമ്പോഴത്തേക്കും അല്ല അവകാശം പറ്റാൻ പറ്റില്ല. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, യവനും അനിയനും ചേട്ടനാണോന്ന്. പക്ഷെ ഒരിക്കലും അല്ല. കാണാൻ ഒരുപോലെ ഇരിക്കണെങ്കിലും പക്ഷെ അങ്ങനെയല്ല. ഇവൻ വേറെയാണ്, യമൻ വേറെയാണ്. ഒരു ബന്ധമില്ല. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ബിജോയുടെ വീടിന്റെ അപ്ഡേഷനെ കുറിച്ച് പറയാനാണ്. എല്ലാരും ഒരു വീടല്ലേ വെക്കുന്നത്, പക്ഷെ ഇവൻ രണ്ട് വീടാണ് ഗൈസ് വെക്കുന്നത്. രണ്ട് വീട് പൈസ കൊഴുപ്പ്. അത് കാണികൾക്ക്. പക്ഷെ അങ്ങനല്ല, ആ വീട് വയ്ക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടാത്ത വേറൊരു സത്യമുണ്ട്. ഇവൻ ടിൻസ് ആണ് ഗൈസ്. ഒരുത്തനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവന്റെ അച്ഛൻ കുത്തുവാൾ എടുത്തേനെ. ഭാഗ്യത്തിന് അത് ഇവന്റെ ചേച്ചിയാണ്. 3 മിനിറ്റ് നേരത്തെ ജനിച്ച ഇവന്റെ ചേച്ചി. അപ്പൊ ഒരു വീട് ഇവനും ഒരു വീട് അവന്റെ അനിയത്തിക്കുമാണ്. ആ വീടും ഇരട്ടകളെ പോലെയാണ് ഗൈസ് വെച്ചേക്കുന്നത്. ഒരുപോലെ, ഒരു മാറ്റമില്ല. വ്യത്യാസമുള്ളൂ. അത് ഇവൻ വീട് മാറി കയറാതിരിക്കും ഇനി ഭാവിയിൽ. അതിന് വേണ്ടിയിട്ടാണ് അത് കളർ മാറ്റി അടിച്ചേക്കുന്നത്. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ബിജോയുടെ അനിയത്തിന്റെ വീട്ടിലാണ്. അവന്റെ അനിയത്തിന്റെ ഒരു ബിൻസി എന്നാണ്. അത് നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരുന്നിരിക്കും അവന്റെ അനിയത്തിനെ. കാരണം ഇവന് വേറെ ഒന്നുമില്ല, നമ്മുടെ വീഡിയോയിൽ അവൻ ചിലപ്പോ പെൺവേഷം കിട്ടി വരില്ലേ. പക്ഷെ അത്ര അല്ല, അതിനെക്കാളും വൃത്തി ഏകദേശം മുടിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ എവൻ ആണ് അവളാണ്. അവൾ മുടി വെട്ടി എവനാണ്. എന്നാ ട്വിൻസ് ഒന്നും ആരുടെ പറഞ്ഞു പറ്റിച്ച. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവന്റെ വീടിന്റെ അപ്ഡേഷൻ ആണ്. കേശവദാസപുരത്താണ് അവന്റെ വീട് വെക്കുന്നത്. അതായത് MC റോഡിന്റെ നേരെ റോഡ് വക്കത്താണ് കേട്ടോ ഗൈസ്. പിന്നെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ ഇതിപ്പം സ്കൂൾ അടപ്പാണ്, കോളേജും സ്കൂളും അടപ്പാണ്. അപ്പൊ എനിക്ക് സ്കൂളും കോളേജും ഉള്ള ദിവസം എനിക്ക് ഇവിടെ പാലിച്ചേക്കണമെന്നാണ് ആഗ്രഹം. അതാകുമ്പോ ഇപ്പൊ വെറൈറ്റി ആയിരിക്കും. നമുക്ക് വ്ളോഗിൽ അല്പം വെറൈറ്റി ആയിട്ട് കുറെ സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കാണാൻ പറ്റും. അല്ലാതെ കോഴിയാണെന്ന് തെളിയിക്കരുത്. അതൊരു നല്ലൊരു പോലെയാണ്. ഇതാണ് കേട്ടോ ഇവന്റെ പഴയ വീട്. ഇതിപ്പോ ഇവിടെ ഇത്രയും പൊളിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഷോപ്പ് വെക്കാൻ വേണ്ടി പോവാണ്. ആടുണ്ട് ഗൈസ്. ഇതില് ആർക്കെങ്കിലും ഷോപ്പ് വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇത് ബിജോയുടെ നമ്പർ അല്ല, എന്റെ നമ്പർ അല്ല, പ്രത്യേകിച്ച് പെമ്പിള്ളേർ ഐക്യം ചെയ്ത് കോൺട്രാക്ടറിന്റെ നമ്പറാണ്. എന്റെ നമ്പർ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ വന്നാൽ ഞാൻ തരാം, അത് കുഴപ്പമില്ല. ഗൈസ്, ഇതാണ് ബിജോയുടെ ഇരട്ട വീട്. ഒരേ ദിവസം പാല് കാച്ചി വെക്കാൻ പോകുന്ന വീടാണിത്. അതൊക്കെ ലൈഫിൽ അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടില്ല. കാരണം ട്വിൻസിലെ ചിലപ്പോഴൊക്കെ കല്യാണങ്ങൾ ഒരേ ദിവസം നടക്കാറുണ്ട്. പക്ഷെ അതെന്തായാലും നടക്കൂല. വീട് അതുകൊണ്ട് അവർ വെച്ചുകൊടുത്ത് കല്യാണമൊക്കെ നടക്കും ഗൈസ്, ഒരേ ദിവസം നമുക്ക് നടത്താം ഗൈസ്. ഇത് പഴയ വീടിന്റെ പറഞ്ഞാൽ ഇത് ഇവിടെ കടയായിരുന്നു ഗൈസ്. ഫ്രണ്ടിൽ കുറച്ച് മറ്റേ ഫോട്ടോസ്റ്റാറ്റ് അങ്ങനത്തെ ബുക്ക് ബൈൻഡിങ് കുറച്ച് കടയൊക്കെ ആയിരുന്നു. അത് ഒരു മുറി ഇപ്പോഴും വെച്ചിട്ടുണ്ട്. കുറെ സാധനമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി ഇപ്പോഴും വച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് താഴോട്ടായിരുന്നു വീട്, സ്റ്റെപ്പ് ഇറങ്ങാൻ വീടായിരുന്നു. അത് ഫുൾ ഇടിച്ച് കളഞ്ഞ് അത് ഈ ഒരു ഭാഗത്തായിരുന്നു വീടുണ്ടായിരുന്നത്. പിന്നെ പാർക്കിങ് ഇതൊക്കെ തന്നെ നമുക്ക് കെട്ടി വരുമ്പോ നോക്കാം. ബിസിനസ് മൈൻഡ് ആണ് ഗൈസ്. കാരണം MC റോഡിന്റെ സൈഡിലാണ് അവന്റെ കട. അപ്പൊ പക്ഷേ വീട് അപ്പൊ ഇത്രയും സ്പേസ് കടയ്ക്ക് വേണ്ടിട്ടൊക്കെയാണ്. അപ്പൊ എങ്ങനെ പോയാലും ആ കട റെന്റിന് പോകും. എല്ലാം വേണമല്ലോ, ജീവിക്കണ്ടേ ഗൈസ്. നമുക്ക് വീണ്ടും അപ്ഡേറ്റിലോട്ട് പോകാം. പാലത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാം ആദ്യം പോട്ട്. മഴ പെയ്ത് തടിയൊക്കെ ദ്രവിച്ചിരിക്കും. പാമ്പൻ പാലത്തിൽ കൂടെ നമ്മൾ പോവാണ് ഗൈസ്. വെറൈറ്റി. എന്റെ വീടിന് ഞാൻ തന്നെ പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ നിക്കണെന്ന് പറഞ്ഞാൽ ഒരു ഹോളാണ്. ഒരു വീടിന് 2 ബെഡ്റൂമും ഒരു കിച്ചണുമാണ് ചെയ്തിട്ടുള്ളത്. വലുതായിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു മുറി നമുക്ക് കാണിച്ചു. ഇത് അച്ഛനും അമ്മയും കിടക്കണതായിരിക്കും. തീരുമാനിച്ചില്ല. ഇത് അച്ഛനും അമ്മയുടെ റൂം, പിന്നെ ഒരു കോമൺ ബാത്റൂം. പിന്നെ അവിടുന്ന് നേരെ വരുമ്പോ വിശാലമായിട്ട് ആരോമലിനൊക്കെ വന്ന കേറി കിടന്നു ഇരുന്നും തിന്നാൻ വേണ്ടിയിട്ട് അമ്മ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുക്കള പിന്നെ പുറത്ത് പ്ലേ ഏരിയ ഉണ്ട്. പണിതോണ്ടിരിക്കുന്നു. സ്വിമ്മിംഗ് പൂള്
ഞാൻ റോഡ് സൈഡിൽ എന്ത് ബാർ കിടന്നതല്ല നീ ഇവിടെ പട്ടിക്കൂട് പണിയുന്ന ഗൈസ്. ഇവിടെ പ്ലേ ഏരിയ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഗൈസ്, ബാക്കിൽ വീടിന്റെ ബാക്കിൽ. അപ്പം എനിക്ക് ദാണ്ട് ഇവിടെയൊക്കെ ആയിട്ട് ഒരു കൂട് സെറ്റ് ചെയ്ത് പട്ടികൾ തമ്മണ പട്ടികൾ തമ്മണ ആ. സമ്മതിക്കൂ ആ. എന്നാ കുഴപ്പമില്ല. ഇവിടെ ഉണ്ടായിരുന്നു, പട്ടി ഉണ്ടായിരുന്നു ഗൈസ്. അത് വീട് പണി നടത്തപ്പം വാടക വീട്ടിലോട്ട് അവർ കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ കെട്ടിയിട്ടിരുന്നപ്പോ അതെവിടെ പൊട്ടിച്ചോണ്ട് പോയി പട്ടി. പാവം. അതിനെ മിസ് ചെയ്യുന്നുണ്ടോ നീ? ഓ പാവം, നല്ല പട്ടിയായിരുന്നു. ആഹാരം പോലും കൊടുക്കൂലേ ഭയ നല്ല പട്ടിയെന്ന്. നിന്നോട്ട് അവന്റെ ഫോണിലൊരു ഫോട്ടോ അല്ല ആ പട്ടിയുടെ. ഉണ്ട് ഗൈസ്, നമുക്ക് മുകളിലോട്ട് പോവാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ചെറിയൊരു സ്പേസ് ആണ് ഗൈസ്. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ നിന്ന് നേരെ നടന്നു വരുമ്പോ ഒരു ചെറിയ റൂമാണ് ഗൈസ്. അല്ല, ഇത് ബിൻസിയുടെ വീടാണ്. അപ്പൊ ബിൻസിയുടെ റൂം. പിന്നെ ഈ ഇവിടെ മുകളിൽ മാത്രം അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നൈസ്, കൊള്ളാം. ഇന്റീരിയർ വർക്ക് ഉണ്ടോ? ഇന്റീരിയർ ഡിസൈൻ കാണിക്കുന്നു. ആ എട്, ഇന്റീരിയർ ഡിസൈൻ കാണിച്ചു തരാം ഗൈസ്. അത് കാരണം ബിജു ഒരു അപ്പുറത്തെ വീട്ടില് പെയിന്റ് അടി നടക്കുകയാണ് ഗൈസ്. ഇത് എന്റെ വീടിന്റെതാണ്, ഞാൻ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരും. പൊളി പൊളി സാധനം, പൊളി സാധനോടാ. പൊളി പൊളിയാട്ടോ. ഇങ്ങനെ വരും, പക്ഷേ ഇങ്ങനെ വരുമെന്നാണ് മനസ്സിൽ. പക്ഷെ ചെയ്ത ഈ ഇന്റീരിയർ ഡിസൈനിനകത്ത് വലിയ വീട് കണക്കുണ്ട് ഗൈസ്. പക്ഷെ നമ്മള് ഇതിപ്പം ചെറിയ റൂമാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ചെറുതാണെങ്കിലും മനുഷ്യന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു സ്ഥലം മതി. അത് മതി ഗൈസ്. ഓക്കെ, അത് നമ്മള് നല്ലപോലെ ചെയ്ത് നീറ്റാക്കി. ഇത് ഇന്ന് ഫോട്ടോ കണ്ട കണക്കല്ല, ഈ ഫോട്ടോ കണ്ടാണെങ്കിൽ എന്നെ കിടക്കും. അതല്ല, ഇത് കിടക്കണം. അതിലാണ് കാര്യം. വൃത്തിയാക്കി സൂക്ഷിച്ചാൽ മതി. നീ ആയതുകൊണ്ട് അവിടെ ഇവിടെ ഏത് പെയിന്റ് അടിക്കാനുള്ള പ്ലാൻ? ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഒന്നില്ല ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ പോലത്തെ കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ അടിക്കാനാണ് പ്ലാൻ. ഡാർക്ക് കളർ എന്ന് പറയാം, എല്ലാം ഡാർക്ക് അടിക്കുന്നതിന്. ഞാൻ പറഞ്ഞ വല്ല വൈറ്റ് കളർ വല്ല അടിക്കുന്നതിന് നല്ലത്. കാരണം മറ്റേ കളറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുമാതിരി വെള്ളം മറ്റേ കയറി ഒരുമാതിരി ഈർപ്പം പിടിച്ച് പെയിന്റ് അളവുമല്ല. ഇവിടെ അതിന്റെ പ്രശ്നമൊന്നും വരില്ല. അതെന്താ, നീ വല്ല വാട്ടർ പ്രൂഫ് പെയിന്റ് വല്ലതും കണ്ടുപിടിച്ചാ? ഇല്ല, വാട്ടർ പ്രൂഫ് പെയിന്റ് ഒന്നും അല്ല. ഇതിന്റെ പ്രശ്നമൊക്കെ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റേജിൽ തന്നെ ഞാൻ ഡോക്ടർ ഫിക്സിറ്റ് ബിറ്റു ഫിക്സ് വഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ? ഈ ഡാംനെസ് എല്ലാ വീടുകളിലുള്ള ഒരു കോമൺ പ്രശ്നമാണ്. ഇത് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ബേസ്മെന്റിലാണ്. ബേസ്മെന്റിൽ നിന്ന് വെള്ളം മുകളിലോട്ട് കയറി വരുമ്പോൾ അതൊരു സോൾട്ട് ഫോം ആവും. എന്നിട്ട് ഈ ചെവറിനെയൊക്കെ അത് അഫക്ട് ചെയ്ത് ഈ പെയിന്റ് ഒക്കെ പൊട്ടികളാന്ന് തുടങ്ങും. നമ്മളത് എത്ര റീപെയിന്റ് ചെയ്താലും അത് ശരിയാവത്തേ ഇല്ല. അതുകൊണ്ട് നമ്മളത് ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ നീ ഇത് വരാതിരിക്കാൻ നീ എന്തോ ചെയ്തു? ഞാൻ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റേജിൽ തന്നെ ഡോക്ടർ ഫിക്സിറ്റ് ബിറ്റു ഫിക്സ് വഴി നമ്മളെ വാട്ടർ പ്രൂഫ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ചെവറിലോട്ട് കയറി വരുന്ന വെള്ളത്തിനെ പൂർണ്ണമായിട്ടും തടഞ്ഞു നിർത്തും. അതുകൊണ്ട് നമ്മളെ വാൾസ് നല്ല സ്ട്രോങ്ങും ഡ്യൂറബിളും ആയിരിക്കും. നമ്മളെ കേരളത്തിൽ 10 വീടുകളിൽ 8 വീടുകളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെയിന്റ് പൊട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കണ്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ 3 കോട്ട് അപ്ലൈ ചെയ്യണം. ഓരോ കോട്ടും അടിച്ചു കഴിഞ്ഞതിന് ശേഷം 6 മണിക്കൂർ കഴിഞ്ഞ് വേണം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ നമ്മൾ ടോട്ടൽ 3 കോട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കുറെ കാര്യങ്ങൾക്ക് ബുദ്ധിയൊക്കെ വെച്ചേട്ടാ. അപ്പൊ ഞാൻ എന്റെ അപ്പുറത്തെ വീട് കൂടി കാണാൻ. അപ്പൊ ഇത്രയും ഏരിയ സിറ്റ് ഔട്ട് ആണ്. എന്താണ്? അല്ല, ഇത് ഷോപ്പാണ് ഗൈസ്. ഇവിടെ നമ്മൾ ഷോപ്പ് വെട്ടി കൊടുക്കാനാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാണ് ഇത് വാതിലാണോ എന്തോന്നാണോ നിങ്ങൾ മനസ്സിലൊരു ചോദ്യം കാണും ഗൈസ്. ഇത് വേറെ ഒന്നുമല്ല, വീടിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നടന്നു പോകാൻ വേണ്ട ഒരു വഴിയുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റാനും ഇറക്കാനൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിന് സെറ്റ് ചെയ്യാണ്. ഇതിപ്പം ഫുള്ള് പണി കഴിഞ്ഞിട്ട് അവര് അതും കൂടെ വെച്ച് കെട്ടി അടയ്ക്കും ഗൈസ്. അപ്പൊ ഇവിടം തൊട്ട് അതുവരെ ഷോപ്പാണല്ലേ? ഇവിടെ നിന്ന് ഇതാണ്ട് ഈ ഇത് കണ്ട ഈ ബീം അതുവരെ ഷോപ്പാണ്. നമുക്ക് അത്ര ഇനി കയറ്റിയിട്ട് കെട്ടാൻ പറ്റുള്ളൂ, എന്നാലും സാങ്ഷൻ കിട്ടുള്ളൂ റോഡിന്റെ. ഓ അങ്ങനെയാണ്. അപ്പൊ അത്ര ഫ്രണ്ട് മറ്റേ സ്പേസ് പാർക്കിംഗ് സ്പേസ് കണക്ക് വരും. ആ കട എന്താ? ഓ അപ്പുറത്താണ്ട്. ആ അത്രയാണ് കേട്ടോ. അതുപോലെയാണ് ഷോപ്പ് ഉണ്ടല്ലോ മഹേക് ഡിസൈൻസ്, അത് കണ്ടാ? ഓ അതുവരെ അതേപോലെ വരും. അത്ര സ്പേസ് വേണം. അത്ര സ്പേസ് വേണം. റോഡ് അതോറിറ്റി അല്ലെങ്കിൽ സാങ്ഷൻ തരില്ല, വീട് വയ്ക്കാൻ പറ്റില്ല, കട വയ്ക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പുറത്താണ്ടോ? ഇതാണ് ബിജയുടെ, ഇത് ബിൻസിയുടെ, ഇത് ബിജയുടെ. നമ്മൾ ഈ കയറി പൊക്കോണ്ടിരിക്കുന്നത് എന്റെ റൂമിലോട്ടാണ് ഗൈസ്. പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. പെയിന്റ് പണി നടക്കണം. ആരമ്പല തൊടല്ലേടാ എങ്കിൽ നീല പെയിന്റ് 3 ദിവസം സൂക്ഷിക്കാറില്ല അവന്. ഓ ഇത് ഇന്റീരിയർ തുടങ്ങിയല്ലോ. ഫാനൊക്കെ ഞാൻ ഫിറ്റ് ചെയ്ത് തരട്ടെ. ഇവിടെ ഫാൻ ഇവിടെ ഇലക്ട്രീഷ്യൻ. ഇവിടെ ഇനി ഇത് കുറെ ലൈറ്റും പരിപാടിയൊക്കെ വരും ഗൈസ്. എന്തൊക്കെയുണ്ട്. ഫുൾ ഡിജെ. ഇതാണ് എന്റെ വീടിന്റെ പെയിന്റ്. എന്റെ റൂമിന്റെ കളർ ഇതാണ് ഗൈസ്. കട്ടിൽ ഇവിടെയാണോ? കട്ടില് എന്തോ അത് ജനലല്ലേ, അപ്പൊ കട്ടിൽ ഇവിടെ ആയിരിക്കണം. എവിടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെയാണോ അവിടെയാണോ കട്ടില? അതെന്റെ വൈഫ് പറയട്ടെ. എവിടെ കിടക്കണം? ഡാർലിംഗ് പറയട്ടെ. ഇങ്ങനെ പറഞ്ഞമാർ പെണ്ണ് കിട്ടില്ല, അതാണ് ടെസ്റ്റ്. എന്തൊരു ചെയ്യാൻ ഗൈസ്. ആടെ വിജയുടെ ജഗ്ഗൂസി ഉള്ള ബാത്റൂം. ഞാൻ പറയില്ല ഗൈസ്, ഇത് സെയിം സാധനമാണ് അപ്പുറത്ത്. ട്വിൻസ് വീടാണ് ഇത്. ട്വിൻസ് 2 homes. പൈപ്പിലും തട്ടാതെ പറഞ്ഞടാ ഗൈസ്. ഇതാണ് അവിടെ അവന്റെ വീടിന്റെ എൻട്രൻസ്. ഇവിടെ കാരണം അവൻ കൂടുതലും ബിസിനസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിന്റെ വഴി നമുക്ക് ഒരു ഇത്ര ആണ് പറഞ്ഞത്. കാരണം അവിടെ കട വരുന്നത് കൊണ്ട് ഇത്ര വഴിയാണ് കേട്ടോ ഉള്ളത്. ഇതാണ് ഫ്രണ്ട്, വീടിന്റെ ഫ്രണ്ടാണിത്.
ലിജോ നീ നേരത്തെ പറഞ്ഞില്ലേ വാട്ടർ പ്രൂഫിന്റെ സംഭവം, നിനക്കൊരു എക്സ്പെരിമെന്റിൽ ആൾക്കാർക്ക് മനസ്സിലാവും പോലെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും അരമൽ സാധനം എടുത്തിട്ട് വാടാ. സോ ഗൈസ് ഇതാണ് നമ്മൾ ഡോക്ടർ ഫിക്സിറ്റ് യൂസ് ചെയ്തത്. ദാണ്ട് ഇവിടെ നമ്മൾ തേച്ചതിന് ശേഷം ഇവിടെ നിന്ന് മുകളിലോട്ട് ഈർപ്പം കയറിയിട്ടില്ല. അതപേക്ഷിച്ച് ഈ കട്ട നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് ഈർപ്പം പിടിച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് ഇത് രണ്ടിലെയും വ്യത്യാസം. ഇതാണ് അതിന്റെ വകുപ്പ് കേട്ടോ. ഡോക്ടർ ഫിക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് വെള്ളം കഴിയില്ല. അപ്പൊ അങ്ങനത്തെ കുറെ സെറ്റപ്പാണ് ബിജോയുടെ വീട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ബിജോയുടെ വീടിന്റെ അപ്ഡേഷൻ. ഇനിയിപ്പോ ഉടനെ പാലിയാച്ചുണ്ട്. നമ്മളെ ക്രൂവിൽ അടുത്തൊരാളുടെ വീട് പാലിയാച്ചാണ്. പാലിയാച്ച് ഒരു അടുത്ത മാസം പകുതിയാകുമ്പോ തീരുമെന്നാണ് മനസ്സിൽ. ഇതിപ്പം എത്ര തീയതിയായി? ഇന്ന് എത്ര 13 കാണും. 13. അടുത്ത മാസം ഒരു 10-15 ഇനി ഒരു മാസം കൂടെ നീണ്ടു പോവും. അതിനകത്ത് തീക്കണമെന്നാണ് മനസ്സിൽ. പിന്നെ 2 വീടാണ്, അപ്പൊ 2 ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് രണ്ട് ഗിഫ്റ്റ് നേരത്തെ ഫുഡ് എല്ലാം നമ്മളെ ടീമിലെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട തന്നെ. നമുക്ക് അങ്ങനെ വിളിയുന്ന എനിക്ക് ബന്ധുക്കളൊന്നും ആരുമില്ല ഗൈസ്. എനിക്ക് കയ്യിരിപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് ബന്ധുക്കൾ ആരും ഇല്ല. അത് നമ്മളെ ഈ ക്രൂവിലുള്ള ആൾക്കാര്, പിന്നെ കുറച്ച് ഫ്രണ്ട്സ്, എന്റെ കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ അനിയത്തിയുടെ കുറച്ച് ഫ്രണ്ട്സ്, അത്രയൊക്കെ തന്നെയാണ്. അനിയത്തിയുടെ ഫ്രണ്ട്സിലാണ് നിൽക്കുന്നത്. അനിയത്തിയുടെ ഫ്രണ്ട്സ് പിന്നെ എന്റെ കൂടെ പഠിച്ചില്ല, ഞാൻ നിന്നെ കാണണം. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് എല്ലാവർക്കും. നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വന്നാൽ നമ്മൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു മനസ്സമാധാനമാണ്. അപ്പൊ അങ്ങനെ ബിജോയ് ഇപ്പൊ കുറച്ചാൾ വാടകയ്ക്ക് വീട്ടിലാണ്. അപ്പൊ അതറിയാം, 1 വർഷം ആവാറായി. ഇനി അടുത്ത മാസം ആകുമ്പോൾ 1 വർഷം. അപ്പൊ അതിനകത്ത് നമ്മൾ എന്റെ വീട് കയറി കിടന്നുറങ്ങുമ്പോൾ ഒരു സുഖമാണല്ലോ ബിജോയ്. അടുത്ത് നമ്മൾ പാലിയാച്ചിന്റെ അപ്ഡേഷൻ ആയിട്ട് വരാം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.